സ്വബാഹൽ ഖൈർ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ജാസിറിന്റെ ഒരു സ്വപ്നത്തിലെ ടൂറായിരുന്നു വിശദീകരിച്ചത് അല്ലേ? പേജ് നമ്പർ 32, 33 ആ ഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിന് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഒരു പരസ്യം, നോട്ടീസ് ബോർഡിൽ കണ്ട ഒരു പരസ്യം അല്ലെങ്കിൽ ഒരു നോട്ടീസ് നമ്മുടെ ജാസിറിന്റെ കൂട്ടുകാരും തമ്മിൽ അത് വായിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തതും നമ്മൾ അന്ന് പഠിച്ചതാണ്. ഇന്ന് സാറ് പറയാൻ വേണ്ടി പോകുന്നത് പേജ് നമ്പർ 34 കാണുന്ന, നോക്കൂ, 34 കാണുന്ന ഈ ഒരു കലണ്ടറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ കലണ്ടറിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നതിന്റെ മുൻപായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്ന് ദിവസങ്ങളാണ്. നമുക്ക് മലയാളത്തിൽ ദിവസങ്ങൾ എണ്ണാൻ അറിയാം, ഇംഗ്ലീഷിൽ ദിവസങ്ങൾ എണ്ണാൻ അറിയാം, അതേപോലെ അറബിയിലും നമ്മൾ ദിവസങ്ങൾക്ക് എന്താണ് പറയുക എന്ന് മനസ്സിലാക്കണം. രണ്ടാമതായി നമ്മൾ പഠിക്കേണ്ടത് അക്കങ്ങൾ. നമ്മൾ 1, 2, 3, 1, 2, 3 അങ്ങനെ നമ്മൾ അറിയുന്ന ഭാഷയിൽ എഴുതാറുണ്ട്. എന്നാൽ അറബിയിൽ അത് എങ്ങനെയാണ് എഴുതുക എന്നും ഞാനിവിടെ കാണിച്ചു തരും. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മാസങ്ങൾ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ ഡിസംബർ വരെ 12 മാസങ്ങൾ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതാറുണ്ട്. ഇതെങ്ങനെയാണ് അറബി ഭാഷയിൽ എഴുതുക? അതോടൊപ്പം തന്നെ പിന്നെ അഷ്ഹൂറുൽ ഹിജ്രി, ഹിജ്റ മാസങ്ങൾ, അറബി മാസങ്ങൾ. മറ്റേത് ഇംഗ്ലീഷ് മാസങ്ങളാണ്, ഇത് അറബി മാസങ്ങൾ. മുഹറം, സഫർ എന്ന് തുടങ്ങുന്ന 12 മാസങ്ങൾ. അതും ഞാനിവിടെ കാണിച്ചു തരും. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങളും സാറോട് ഇങ്ങനെ കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾ ഫോൺ സ്റ്റോപ്പ് ചെയ്ത്, വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വൃത്തിയായിട്ട് ഈ 4 ചിത്രങ്ങൾ ഇവിടെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അത് എഴുതിയെടുക്കണം, നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ദിവസങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, നിങ്ങൾ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ദിവസങ്ങളാണ്, എത്ര ദിവസങ്ങളാണ് ആഴ്ചയിലുള്ളത്. കം അയ്യാം ഫിൽ ഉസ്ബൂ, ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളാണ് ഉള്ളത്? എത്രയാണ്? ഹംസയാണോ, സിത്തയാണോ, സബഅയാണോ? എത്രയാണ്? സബഅയാണ് അല്ലെ? 7 ദിവസങ്ങളാണ് നമുക്ക് ഒരാഴ്ചയിൽ ഉള്ളത്. ആ ദിവസങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? 7 ദിവസങ്ങൾ. യൗമുൽ അഹദ്, യൗമുൽ ഇത്നൈൻ, യൗമുൽ സലാസ, യൗമുൽ അർബിയ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമുൽ സബത്ത്. ഈ 7 ദിവസങ്ങൾ. അതിന് ഇംഗ്ലീഷിൽ എന്താണ് എന്നും അവിടെ അതിന് നേരെ എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഈ 7 ദിവസങ്ങൾ. ഇത് ഇങ്ങനെ അറബിയിലും ഇംഗ്ലീഷിലും ഉള്ളത് വൃത്തിയായിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് അൽ അയ്യാം, ഡേയ്സ്, ദിവസങ്ങൾ എന്ന ഹെഡിങ് എഴുതിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. ഈ 7 എണ്ണം കൃത്യമായി പഠിച്ചാലേ നമ്മുടെ പേജ് നമ്പർ 34 കാണുന്ന ഈ ഭാഗം നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് നല്ല വൃത്തിയായിട്ട് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ അടുത്തതായി സാറ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അക്കങ്ങളാണ്. 1 മുതൽ 31 വരെ, അഥവാ കലണ്ടർ മാസങ്ങളിൽ മാക്സിമം വരാറുള്ള സംഖ്യ 31. ആ 31 വരെ എങ്ങനെയാണ് അറബിയിൽ എഴുതുക എന്നതാണ് അടുത്തതായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, നിങ്ങൾ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. കണ്ടോ? 2 ബോക്സിലായിട്ട് സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഹെഡിങ് നോക്കൂ. അല്ല റിയാദ്, എണ്ണങ്ങൾ, നമ്പേഴ്സ്. അപ്പോ ഇവിടെ 1 മുതൽ 15 വരെ ഈ ബോക്സിലും 16 മുതൽ 31 വരെ രണ്ടാമത്തെ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സാറ് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. 1 എങ്ങനെയാണ് അറബിയിൽ എഴുതുക, 2 എങ്ങനെയാണ് അറബിയിൽ എഴുതുക, 3 എങ്ങനെയാണ് അറബിയിൽ എഴുതുക എന്ന് കൃത്യമായി ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ 2 ബോക്സ് ആക്കണം എന്നില്ല, താഴെ എഴുതിയാലും മതി. 31 വരെ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. ഇനി ഈ
രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പേജിലുള്ള 34ാമത്തെ പേജിലുള്ള ഈ പ്രവർത്തനങ്ങളാണ്. ഇതെന്താണ് എന്ന് ആദ്യം സാർ പറയാം. നോക്കൂ, ഇവിടെ ഹെഡിങ് കാണാം, നർസു മുദാഇറത്തൻ ഹൗല താരീഖ്. ചില ഡേറ്റുകൾക്ക് റൗണ്ട് ചെയ്യണം. അത് ഏതൊക്കെ എന്നുള്ളത് താഴെ 5 ചോദ്യങ്ങളുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചോദ്യം അതാണ്, ചില ഡേറ്റുകൾക്ക് എന്ത് ചെയ്യണം, ഒരു റൗണ്ട് വരച്ച് കൊടുക്കണം. ഏതാ ഈ മാസം? ഈ കലണ്ടറിൽ കാണുന്ന മാസം ഏതാ? 2005 അഗസ്റ്റസ് എന്നാണ് അവിടെ ഹെഡിങ് എഴുതിയത്. 2005 അഗസ്റ്റസ്. അഗസ്റ്റസ് ഏതാ? ഓഗസ്റ്റ് മാസമാണ്. ഈ പാഠഭാഗം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സാറ് ഇംഗ്ലീഷ് മാസങ്ങൾ എങ്ങനെയാണ് അറബിയിൽ എഴുതുക എന്നും അറബി മാസങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ സാർ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ദിവസങ്ങളൊന്ന് നോക്കൂ. ആദ്യത്തെ കള്ളിയിൽ കണ്ടോ ദിവസങ്ങൾ? യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സലാസ, യൗമുൽ അർബിയ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമുൽ സബത്ത്. ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഒരു കലണ്ടറിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാ മാസത്തിലും ഏതോ ഒരു റോയിലുള്ള അല്ലെങ്കിൽ ഒരു വരിയായിട്ടുള്ള ഒരു ഭാഗത്ത് ചുവന്ന നിറത്തിലാണ് കാണുക, അല്ലെ? ആ വരിയിൽ എല്ലാ ദിവസങ്ങളും ചുവപ്പായിരിക്കും, അഹ്മറായിരിക്കും. ഏതാണ് ആ ദിവസം? വെരി ഗുഡ്, യൗമുൽ അഹദ് ആണ്, അല്ലെ? സൺഡേ ആണ്. ഞായറാഴ്ച എല്ലാ ദിവസവും റെഡ് നിറത്തിലായിരിക്കും കലണ്ടറിൽ നമ്മൾ കാണുക. ഓക്കെ, അപ്പൊ അക്കങ്ങൾ നോക്കൂ നിങ്ങൾ. വാഹിദ് അവിടുന്ന് തുടങ്ങുന്നത്, അല്ലെ? യൗമു സബത്താണ് ഡേറ്റ് ഫസ്റ്റ് തുടങ്ങുന്നത്. 1 അവിടെയാണ്. 2 ഇതാ യൗമുൽ അഹദ്, കണ്ടോ? ഞായറാഴ്ച. സലാസ, അർബ, ഹംസ, സിത്ത, അങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ സാർ ഇവിടെയുള്ള ചോദ്യം വായിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നിങ്ങൾ പെൻസിൽ എടുത്തോളൂ, ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. താഴെ 5 ചോദ്യങ്ങൾ ഇതാ ഇവിടെ ഉണ്ട്. 5 ചോദ്യങ്ങളിലെ ഓരോ ചോദ്യം സാറ് വായിക്കുമ്പോൾ നിങ്ങൾ ഇതിൽ ഏതാ നോക്കിയിട്ട് റൗണ്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ 1. ബിദായത്തുർ റിഹില, യാത്ര തുടങ്ങി ആരംഭിച്ച ദിവസം. എന്നാണ് ഇവര് ടൂർ പോകാൻ വേണ്ടി യാത്ര ആരംഭിച്ചത്? എന്നായിരുന്നു? അൽ ആഷിർ മിൻ അഗസ്റ്റസ്, ഓഗസ്റ്റ് മാസം 10-നാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ ഇതാ 10 ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? കണ്ടോ? ആ 10 അല്ലെങ്കിൽ അഷറ, ആഷിർ ഏത് ദിവസമാണ് നോക്കൂ. എങ്ങനെ ദിവസം നോക്കുക? നമ്മൾ ഡേറ്റ് കണ്ടാൽ അതിന് നേരെ മേലോട്ട് നോക്കിയാൽ മതി, ഏത് ദിവസത്തിന്റെ കള്ളിയിലാണ് ആ ഡേറ്റ് ഉള്ളത് എന്ന്. അങ്ങനെയാണ് നമ്മൾ കലണ്ടറിൽ ഡേറ്റും ദിവസവും കണ്ടെത്തുക. ശരിയല്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, അതവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ബാക്കിയുള്ള 4 ചോദ്യത്തിന്റെ ഉത്തരം റൗണ്ട് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അൽ വുസൂൽ ഇല ഡൽഹി, ഡൽഹിയിലേക്ക് അവരെത്തിയ ഡേറ്റ് ഏതാണ്? എന്നാണ് അവർ ഡൽഹിയിൽ എത്തിയത്? അപ്പൊ ട്രെയിനിൽ യാത്ര പുറപ്പെട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് അവരെത്തിയത്? മല യൗമാനി എന്നാ പറഞ്ഞത്, 2 ദിവസത്തിന് ശേഷം. അപ്പോ 10-ാം തീയതി പുറപ്പെട്ട് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ഏതാ ദിവസം അവിടെ വരുന്നത്? 10-ാം തീയതി, 11, 12, അല്ലെ? ഇസ്ന അഷറ. അപ്പൊ ഇസ്ന അഷറ ഇതിൽ കണ്ടെത്തും നിങ്ങൾ. ഏതാണ്? അതിന് റൗണ്ട് ചെയ്യുക. ചെയ്തോ? ഈ സാറൊന്ന് റൗണ്ട് ചെയ്യട്ടെ. നിങ്ങൾ ശരിയാണോ നോക്കണേ. ഇതാ ശരിയാണോ? ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. മുഷാഹദത്തു ഹഫിലി യൗമുൽ ഇസ്തിഖ്ലാൽ, ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം അവരെന്നാണ് കണ്ടത്? അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം കണ്ട ദിവസം ഏതാണ്? ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ്? അന്നല്ലേ പ്രോഗ്രാംസ് ഉണ്ടാവുക? എന്നാണ്? ഓഗസ്റ്റ് 15-നാണ്, അല്ലെ? ഹംസത അഷറ. അപ്പൊ ഹംസ അഷറ ഇതിൽ ഏതാന്ന് നോക്കിയിട്ട് നിങ്ങൾ റൗണ്ട് ചെയ്യുക. ഏതാണ്? ചെയ്തോ? എന്നാ സാർ റൗണ്ട് ചെയ്യട്ടെ. കണ്ടല്ലേ? ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം. സിയാറത്തു താജ്മഹൽ, താജ്മഹൽ കണ്ടത് എന്നാണ് എന്ന്? അവരേത് ദിവസമാണ് ഡൽഹിയിൽ എത്തിയത്? അതിന്റെ പിറ്റേ ദിവസമായിരിക്കും കണ്ടിട്ടുണ്ടാവുക, അല്ലെ? ആദ്യം കാണാൻ പോകുക അവിടെയാണെന്നാ പറഞ്ഞത്. അപ്പോ യാത്ര തുടങ്ങി 2-ാമത്തെ ദിവസം ഡൽഹിയിലെത്തി, 3-ാമത്തെ ദിവസം അവര് ഡൽഹി താജ്മഹൽ പോയി കണ്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ എന്നാണ് ഡൽഹിയിൽ എത്തിയത്? 12-നാന്ന് പറഞ്ഞിട്ട് ഇസ്ന അഷർ നിങ്ങൾ റൗണ്ട് ചെയ്തു.
അതിന് തൊട്ടടുത്ത ദിവസം എന്താണ്? സലാസത്ത അശറ. അത് റൗണ്ട് ചെയ്യും. ചെയ്തോ? സാറും ഇവിടെ റൗണ്ട് ചെയ്തു. ലാസ്റ്റ് ചോദ്യം, അൽ ഔദത്തു, റിട്ടേൺ എന്നാണ്. എന്നാണ് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന ദിവസം? നമ്മുടെ ജാസിർ അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുത്തിരുന്നല്ലോ അല്ലെ, 10 മുതൽ 19 വരെയാണ്, തിസ്ആ അശറ വരെയാണ്. അപ്പൊ തിസ്ആ അശറ റൗണ്ട് ചെയ്യണം. ഏതാ തിസ്ആ അശറ? നമ്മൾ 2ാം ക്ലാസ് പഠിച്ചതാണ് ഈ അക്കങ്ങളൊക്കെ, അതുകൊണ്ടാണ് സാർ അധികം വിശദീകരിക്കാത്തത്. ഇതാ തിസ്ആ അശറ റൗണ്ട് ചെയ്യുക അല്ലെ, 19നാണ് അവര് തിരിച്ചു വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എന്നും നിങ്ങൾക്ക് ഈ 4ാം ക്ലാസ്സിൽ മാത്രമല്ല ജീവിതകാലം മൊത്തം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അഥവാ ദിവസങ്ങൾക്ക് അറബിയിൽ പഠിച്ചു, എണ്ണങ്ങൾ അറബിയിൽ എഴുതാൻ പഠിച്ചു അല്ലെ. ഇനി 2 കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ്? ഇംഗ്ലീഷ് മാസങ്ങൾ എങ്ങനെയാണ് അറബിയിൽ എഴുതുക, അറബി മാസങ്ങൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് എഴുതുക, പഠിക്കുക എന്നത് നോക്കാം നമുക്ക്. സാർ ആദ്യം കാണിക്കാൻ വേണ്ടി പോകുന്നത് ഏതാണ്? ഇംഗ്ലീഷ് മാസങ്ങളാണ്, സോറി അറബി മാസങ്ങളാണ്. അഷ്ഹൂറുൽ ഹിജ്രി, കണ്ടോ? ഹിജ്റ മാസങ്ങൾ. നമ്മൾ പലപ്പോഴും ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ആർക്കൊക്കെ അറിയാം അറബിയിൽ എണ്ണാൻ, അറബി മാസങ്ങൾ പറയാൻ 12 മാസങ്ങൾ ആർക്കൊക്കെ അറിയാം? മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ സാനി എന്നിങ്ങനെ തുടങ്ങുന്ന 12 മാസങ്ങൾ ഇതാ, കണ്ടോ? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല വൃത്തിയായിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക, പഠിക്കുകയും ചെയ്യുക. ഓക്കെ, തറന്ന് വായിക്കാം. അഷ്ഹൂറുൽ ഹിജ്രി, ഹിജ്റ മാസങ്ങൾ: മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ സാനി, ജമാദൽ ഊല, ജമാദൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ. ഈ 12 മാസങ്ങൾ നിങ്ങൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് വൃത്തിയായിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് ഹെഡിങ് ഒക്കെ എഴുതിയെടുക്കുക കേട്ടോ. അറബി മാസങ്ങൾ എന്ന് എഴുതിയെടുക്കുക. അടുത്തതായി സാറ് പറയാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷ് മാസങ്ങൾ. ഇംഗ്ലീഷ് മാസങ്ങൾ ഇംഗ്ലീഷിൽ അതിന്റെ പേരുണ്ടാവും, അത് അതേ വാക്ക് തന്നെ എങ്ങനെയാണ് അറബിയിൽ എഴുതുക എന്നതാണ്. ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 34ാമത്തെ പേജിൽ കണ്ട ആ ഒരു കണ്ടില്ലേ, കലണ്ടറിന്റെ മുകളിൽ ഹെഡിങ് എഴുതിയത് അഗസ്റ്റസ് എന്ന് എഴുതിയത് ഓഗസ്റ്റ് മാസമാണ്. അഗസ്റ്റസ് എന്നാണ് അങ്ങനെ എഴുതുക. ഓഗസ്റ്റിന് ഇംഗ്ലീഷിൽ ഉള്ള ഓഗസ്റ്റ് മാസത്തിന്റെ അറബിയിൽ ഇങ്ങനെയാണ് എഴുതുക. അതേപോലെ മറ്റു മാസങ്ങൾ എങ്ങനെ എഴുതും, അതാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, കണ്ടില്ലേ, അഷ്ഹൂറുൽ മീലാദി, കണ്ടോ? മീലാദി വർഷങ്ങൾ ഇംഗ്ലീഷ് മാസങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇങ്ങനെ അപ്പുറത്തെ വാക്ക് കാണാം. അത് നേരെ ഇപ്പോൾ ഇപ്പുറത്ത് കാണുന്നത് ആ അതേ മാസം എങ്ങനെയാണ് അറബിയിൽ നമ്മൾ എഴുതുക, വായിക്കുക എന്നതാണ്. നോക്കാം. ജനുവരി, യനായർ, കണ്ടോ? സാറ് ഫോണിൽ നോക്കി വായിക്കാം, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മായു, യൂലിയോ, അഗസ്റ്റസ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കണ്ടോ? അപ്പൊ ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷ് മാസങ്ങൾ എങ്ങനെയാണ് അതേപോലെ അറബിയിൽ എഴുതുക എന്നതാണ് ഇവിടെ കാണിച്ചത്. ഇതില് നമ്മുടെ 34ാമത്തെ പേജിൽ കണ്ട അഗസ്റ്റസ് ഇവിടെ ഓഗസ്റ്റ് മാസം, കണ്ടോ? ഓഗസ്റ്റിന് നേരെ എഴുതി അഗസ്റ്റസ്, ഇതേ വാക്കാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. അപ്പൊ ഈ വീഡിയോ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ്. ഈ 4ാം ക്ലാസ്സിൽ മാത്രമല്ല, അതിനുശേഷം എപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ 5 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ക്ലാസ് കണ്ടിട്ട് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ചെയ്യാനുള്ളത് 34ാമത്തെ പേജിൽ 4 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നേരത്തെ സാറ് വായിച്ചതുപോലെ അർത്ഥം നോക്കിയിട്ട് റൗണ്ട് ചെയ്യുക. ആ ദിവസങ്ങൾ ഏതാന്ന് നോക്കിയിട്ട് ആ ഡേറ്റിന് റൗണ്ട് ചെയ്യുക. ചെറിയ വർക്കാണ്. രണ്ടാമത്തെ നിങ്ങൾക്കുള്ള വർക്ക് എണ്ണങ്ങൾ നോട്ട് പുസ്തകത്തിൽ വൃത്തിയായിട്ട് നേരത്തെ കാണിച്ചത് എഴുതിയെടുക്കുക. മൂന്നാമത്തെ നിങ്ങളുടെ വർക്ക്
ദിവസങ്ങൾ അറബിയിലും ഇംഗ്ലീഷിലും നേരത്തെ എഴുതി കാണിച്ചിരുന്നു. അത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക, നന്നായിട്ട് പഠിക്കുക. നാലാമത്തെ നിങ്ങളുടെ പ്രവർത്തനം അറബി മാസങ്ങൾ ഇവിടെ എഴുതി കാണിച്ചിരുന്നു. അത് വൃത്തിയായിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുക. അവസാനത്തെയും അഞ്ചാമത്തെയും നിങ്ങൾക്കുള്ള പ്രവർത്തനം ഇംഗ്ലീഷ് മാസങ്ങളും അതെങ്ങനെയാണ് അറബിയിൽ എഴുതുക എന്നതും കാണിച്ചിരുന്നു. അതും നല്ല വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. അപ്പൊ ഇത് എഴുതിയെടുത്ത് വെച്ചാൽ മാത്രം പോരാ, ഇതൊക്കെ പഠിക്കുക, മിടുക്കരായി മുന്നോട്ട് പോവുക. ഇതൊക്കെ പഠിച്ച് മനസ്സിലുണ്ടെങ്കിൽ എവിടെ കയറി ചെന്നാലും ആര് ചോദിച്ചാലും നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ കഴിയും. അല്ല, മിടുക്കരായിട്ട് ഇതൊക്കെ വായിച്ച് പഠിക്കുക, എഴുതിയെടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. മഅസ്സലാം, ശുക്രൻ.